വരാത്ത കാര്യമാണല്ലേ? എന്നാലേ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇതിനെ തട്ടാൻ പോവാ. എന്താ എന്താ ഉണ്ടേ? ഞാൻ എന്തോ സ്വപ്നം. ഇങ്ങനെയാ സ്വപ്നം കാണുന്നേ? നിന്റെ കരാട്ട കൈകൾ എഴുത്ത് വേണ്ട. എനിക്കിത് ശരിക്കും മനസ്സിലായിട്ടില്ല. കേരളത്തിൽ കിട്ടുകൊണ്ട് കൊച്ചു പറയാൻ മനസ്സിലായോ? ആ കളിക്കുന്നു. വാച്ചിന് സമയം തെറ്റിയാലും അവന് തെറ്റത്തില്ല. അല്ലേ? നിങ്ങളെ മുന്നേറെ വരവുണ്ടല്ലോ, അവളെ ചവിട്ടാൻ നോക്കി. അത് നേരത്തെ കണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് എന്റെ ദേഹത്ത് കൊണ്ടില്ല. ഞാൻ സ്വപ്നത്തിൽ അറിയാതെ സ്വപ്നം കണ്ടതാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ ഇവൾ പലരും സ്വപ്നം കാണും. എന്നെ ചവിട്ടും. ഇല്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എന്തോ നാളായത്? റോഡിൽ കിടന്ന് നാട്ടുകാരോട് തല്ലുണ്ടാക്കിയ ഇവള് നാളെ എന്നെ എന്ത് ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ കിടപ്പ് പുറത്ത്. അവന്മാരെ കളിയാക്കിയപ്പോ എനിക്ക് എന്റെ തല അറിയാൻ വയ്യെന്ന് കരുതിയോ? അതോ കൈയില്ലെന്ന് കരുതിയോ? അവളുടെ ഒരു ബ്രൂസ്ലി ചമയല്ലേ. പെമ്പിള്ളാരായ കുറച്ച് അടക്കോ ഒതുക്കൊക്കെ വേണം, മനസ്സിലായോ? അല്ലാണ്ട് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയല്ല വേണ്ടത്. അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ. ചേട്ടനായിരുന്നോ? അല്ല, ചേട്ടന്റെ പ്രേതം. ഞാനിങ്ങ് പേടിച്ചു പോയി. എന്റെ വയറ് പോയി ഇതിന് ചവിട്ടുകൊണ്ട്. ചേട്ടൻ എന്തിനാ പാതിരാത്രിക്ക് ഇവിടെ വന്ന് കിടക്കണേ? എന്തിനാന്ന്? സിംഗപ്പൂര് കച്ചേരിയുടെ കാര്യം പറഞ്ഞും അലുവാ തീറ്റിച്ചും കയറി തൂങ്ങിയും അവരെന്നെ കല്യാണം കഴിപ്പിച്ചു. അതുപോലെ നിന്നേം കൊടുക്കും ആ കയറ്റ തന്ത. ഓ പിന്നെ പിന്നെ ഞാനിപ്പോ വരാന്തലേ ആയുള്ളൂ. നീ അങ്ങ് നട റോഡിലാവും. ആര്? ഞാനാ? എന്റെ പൊന്നനിയ, കെട്ടണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടിക്കും. തുടങ്ങിക്കോ. എടാ പ്രദീപേ, നീ ഇങ്ങനെയൊക്കെ നടന്നാ ഇത് എങ്ങനെ നടക്കണമെന്നാ? അല്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടായോന്ന്. ചേട്ടാ, തന്തയും തള്ളയും ചത്തുപോയെന്ന് വെച്ച് ലോകത്ത് ആരെങ്കിലും കല്യാണം കഴിക്കാതിരിക്കും? എടാ ഔസേപ്പേ, നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അനാഥനല്ലെന്ന്. എന്നെങ്ങനെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഇമോഷണൽ ആകാതളിയാ. ഈ ഔസേപ്പ് ഉള്ളിടത്തോളം കാലം നീ അനാഥനല്ലടാ. നിന്നെ അനാഥനാക്കാൻ ഞാൻ അനുവദിക്കില്ല. എവിടുന്നെങ്കിലും ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. അന്നു മുതൽ ആരും പറയില്ല നീ ഒരു അനാഥനാണെന്ന്. വർക്കൗട്ട് വന്നിട്ട് പൊക്കോ. ഇനി നാറ്റിച്ച് കളയരുത്. പോയോ? ഇപ്പം സംസാരിച്ചൊക്കെ നേരാണോ? എന്ത് അനാഥനാണെന്ന്? ഇനിയും അത് പറഞ്ഞെന്നെ വേദനിപ്പിക്കരുത്. ഞാൻ അനാഥനല്ല. അല്ല, അയ്യോ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇനി മുതൽ പ്രദീപ് അനാഥനല്ല. എനിക്ക് ഒരു കാര്യം പറയാൻ. എനിക്കറിയാം, എന്നെ ഇഷ്ടമാണെന്നല്ലേ. അത് ശരി, അങ്ങനെയാണോ? ഞാൻ വൈകിട്ട് കൊടുത്തേക്കാം. ഞാൻ പിന്നെ വിളിക്കാം. റോഷിനി പോയിക്കോളൂ. യെസ് മാഡം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഓഫീസിൽ ഒന്ന് കാണരുതെന്ന്? എപ്പോ വീട്ടിൽ വന്നാലും ചേച്ചിയമ്മ അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വന്നത്. കാശിന് അത്യാവശ്യമായിരിക്കും. അതെ. എന്നാൽ എന്റെ ദൂത്തടിക്കാൻ കാശ് ഞാൻ നിനക്ക് തരില്ല. പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ആരോട് ചോദിക്കും ചേച്ചമ്മേ? വിൽസൺ, കുറ്റം എന്റേതാണ്. കുട്ടികളില്ലാത്ത ഞാൻ നിന്നെ സ്നേഹിച്ചു വളർത്തി പഠിപ്പിച്ചു. ചോദിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ള പണം തന്നു. പക്ഷേ
അതെങ്ങനെ കള്ളുകുടിച്ചും കൂട്ടുകൂടിയും ചെലവാക്കാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ഐ റിപ്പന്റ്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചമ്മ പറയുന്നത്? ഇനിയെങ്കിലും പണത്തിന്റെ വില നീ അറിയണം. സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കണം. അതിന് നീ തയ്യാറാണെങ്കിൽ ഞാനിവിടെ ജോലി തരാം. ഓക്കെ, എഗ്രീഡ്. ഓക്കെ മാഡം. ഈ കക്ഷിയാരെന്ന് പറഞ്ഞേ? മേഡത്തിന്റെ ചേച്ചിയുടെ മകൻ. എന്നിട്ടെന്താ, പുള്ളി ഇപ്പൊ സാറിന്റെ അസിസ്റ്റന്റാ. മൂപ്പർക്ക് പഴയ പ്രേമരവും വല്ലതും ഉണ്ടോ? അയ്യോ, ഒന്നുമില്ല, ആള് വെറും പാവാ. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടേ പറഞ്ഞാ മതി. തെങ്ങും ചാരി എന്നും പെണ്ണിനെ കൊണ്ട് പോയെന്ന്. ഓ, പെണ്ണിനെ കൊണ്ട് പോയൊന്നുമില്ലല്ലോ, വെറുതെ ചുറ്റുന്നല്ലേ ഉള്ളൂ. മാസം 3 ഞാനറിയാതെയോ? അയ്യോ, അതല്ല, ചുറ്റാൻ തുടങ്ങിയിട്ട് മാസം 3 പറഞ്ഞേ. ഇനി നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം. വീട്ടുകാരെ അറിയിക്കണ്ടേ? വീട്ടുകാരോ? അല്ല, വീട്ടുകാരെ പോലത്തെ എന്റെ കൂട്ടുകാര്. അതാണോ? അതിനധികം സമയം വേണ്ടല്ലോ. വേണ്ട. അയ്യോ, ഞാനെങ്ങനെ ഇറങ്ങാം? എന്റെ തോളെ പിടിച്ചോണ്ട് ഇറങ്ങടി. എന്നാ നമുക്കൊരു കാര്യം ചെയ്തില്ല, ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ കല്യാണം അതിഗംഭീരമായി നടത്തുകയാം. ഓക്കെ? ഓ, രജിസ്റ്റർ ഓഫീസ് ഒന്നും വേണ്ട. വലിയ ആർഭാടൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലെന്താ? ക്ഷേത്രമായാലും പള്ളിയായാലും തന്തയും തള്ളേ അറിയാണ്ടിരുന്നാൽ മതിയായിരുന്നു. തന്തയും തള്ളേ? അല്ല, തന്തയും തള്ളയില്ലാത്ത നമുക്ക് ക്ഷേത്രമായാലും എന്താ പള്ളിയായാലും എന്താന്ന് ഞാൻ പറയായിരുന്നു. എന്നാ ഇപ്പൊ തന്നെ ഒരു ജോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കാം. പോയിക്കളയാം. അപ്പൊ നമ്മൾ നേരെ പോയി ജോത്സ്യനെ കാണുന്നു. അതിനുശേഷം നിന്നെ ഫ്രണ്ട്സിന്റെ പാർട്ടി ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ? ഓക്കെ. ഹലോ. ഹായ് ലക്ഷ്മി, മാഡം ലിസി ശരിയൊന്നും എത്തിയില്ലേ? അവര് ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ വരാന്ന് പറഞ്ഞു. ആ, എന്താ കഴിക്കാൻ? അയ്യോ, ഞാൻ ഈ പാർട്ടിക്കാരനല്ലേ. അതെന്താ? ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നല്ലേ. ഓ, അപ്പൊ ഞാൻ പോകുന്നു. എന്താ ഇത്ര ധൃതി? ഇനിയിപ്പോ ധൃതിയൊന്നുമില്ല. തന്റെ പരാതികളെല്ലാം തീർന്നില്ലേ? ജോത്സ്യരെ കണ്ടു, മുഹൂർത്തം നിശ്ചയിച്ചു. വരുന്ന വെള്ളിയാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ കഴുത്തിൽ ഞാൻ ഇപ്പോഴങ്ങനെ ഓർത്തെ. 6 മണിക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് പോയില്ലേ എന്റെ ജോലി തെറിക്കും. ഓ, തലപോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇനി ഇവിടെ എന്റെ ജീവൻ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നാളെ കൃത്യം 6 മണിക്ക്. പ്ലീസ്, ഒരു 5 മിനിറ്റ് ധൃതിപ്പെടല്ലേ. കളി വേറെ, കാര്യം വേറെ. നാളെ കൃത്യം 6 മണിക്ക്. ഓ, അയ്യോ, ആ കാലം കൊണ്ടോ. ഹായ് റോഷ്നി. ഹായ് ശൈലജ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇതാരാ, നിന്റെ അമ്മാവനാ? അല്ലല്ല, ഇവളെന്റെ അമ്മുമ്മ. അപ്പഴാ ഞാൻ പറഞ്ഞ നിന്നോട് ഞാൻ പുറത്തു വരത്തില്ലെന്ന്. അയ്യോ, എന്റെ ഹസ്ബൻഡാ. സോറി ട്ടോ. ഇത് ചേട്ടന്റെ അച്ഛൻ. അമ്മ. ഇത് രോഷ്നി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. നീ ഇവിടെ? ഞാൻ ഗ്രീത്ത എക്സ്പോർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. സിനിമയ്ക്ക് സമയമായി. ഏയ്, എന്തായാലും നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല. എന്റെ കല്യാണത്തിന് നിങ്ങളെ എല്ലാവരെയും ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. വരുന്ന വെള്ളിയാഴ്ച കാലത്ത് 9 മണിക്കുള്ളിൽ മരുത്തൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം. നിനക്കറിയാലോ, എനിക്ക് മറ്റാരുമില്ലെന്ന്. എന്റെ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി കല്യാണം നടത്തി തരണം. അത് പിന്നെ പറയാനുണ്ടോ? അത് ശരി, ആരാ പയ്യൻ? ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയത്. ആണോ? സംസാരിക്കാൻ സമയമില്ല, സിനിമയ്ക്ക് നേരമായി. ഇനി മരത്തൂർ വെച്ച് കാണാം. പറഞ്ഞിട്ട് ഞങ്ങൾ വരട്ടെ. 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 ബൈ.